എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരംഗം വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വന്നതല്ല, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതാണ് ഇളയ മകൾ താര. കൂടാതെ ഞങ്ങൾക്ക് ഇനി ഒരംഗത്തിനും കൂടി ആവശ്യമുണ്ട്. അത് കൊണ്ടുവരാനാണ് ഞങ്ങളെല്ലാവരും പോണത്. നിങ്ങളും കൂടി വരികയുടെ എന്താണെന്ന് ഏതാണെന്ന് വഴിയ കാണാം. എനിക്ക് മനസ്സിലായി എന്താണെന്ന്. മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. എന്താ ചെയ്യ് അത് വഴിയ കാണാം. ഇപ്പോൾ വെറുതെ വരും. പിതാവിനെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിനെ സ്തുതി. പിതാവേ, ഞങ്ങളിന്ന് യാത്രയ്ക്ക് പോവുകയാണ്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് സംരക്ഷയും കാവലും വഴിയാക്കിയായിരിക്കണേ. അങ്ങയുടെ ദിവ്യപ്രകാശം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആ തിർക്കം വീട്ടിൽ ഞങ്ങളെ ഭവനത്തെയും ഓരംഗങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. ആമേ. അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് പുതിയൊരു അംഗത്തെ കൊണ്ടുപോകാൻ വേണ്ടി പോണേട്ടാ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, എനിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ അമ്മച്ചിക്ക് അറിയാട്ടാ. അമ്മച്ചിക്ക് അറിയിക്കോ? പറയില്ലല്ലോ. എന്നാലും അവൾ ചിലവ് അറിയാലോ. ഇപ്പം ഇവിടെ നിന്ന് അരമണിക്കൂർ. അമ്മച്ചി ബാഗിൽ ഒരുപാട് പൈസയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. എന്തോ മേടിക്കാൻ പോണെന്ന് മനസ്സിലായി. എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടാ. താരക്കും അറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ല. താരക്കാണ് മേടിച്ചു കൊടുക്കണതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്താണ് ഏതാണെന്നൊക്കെ ഒരു പിടുത്തവും ഇല്ല കേട്ടാ. വഴിയെ അറിയാമെന്നാണ് പറയണത്. വൈറ്റിലയിൽ ഒരു ഷോറൂമിലാണ് പോയേക്കണത്. ഈ കാണുന്നതാണ് സംഭവം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന പുതിയ അംഗം ഇതാണ്ട ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇതാണ് എൻ്റെ ഇളയ മകൾക്ക് താരക്ക് കൊടുക്കുന്ന സർപ്രൈസ്. ഇഷ്ടമുള്ളത് മകൾ നോക്കിയെടുത്തോ. അടിപൊളി സർപ്രൈസ് ആയി പോയല്ല. നോക്കുക, ഇഷ്ടമുള്ള എടുക്കുക. താര വണ്ടടിച്ചു പോയേട്ടാ. പോണത്. ശരി, സന്തോഷം. ഇതെങ്ങനെയുണ്ട് ചേട്ടാ? നീ നോക്ക്. ചേട്ടൻ നോക്ക്. കൊള്ളാം. പക്ഷെ നിനക്ക് പറ്റിയ വണ്ടി കഴിക്കണം. അമ്മച്ചി നിനക്ക് ബുക്ക് ചെയ്തേക്കണം. റെഡ് ഉള്ളതാ. വേണ്ട. ഇതെങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. പക്ഷെ വേറെ നോക്കാം. ബ്ലാക്ക് വേണം നമുക്ക്. ബ്ലാക്ക് വേണ്ട, എനിക്ക് ബ്ലൂ മതി. ബ്ലൂ മതിയാ? ഇത് അടിപൊളിയാണ്ടാ ഈ വണ്ടി. എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടാണ് വണ്ടി. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, ചേട്ടനും കൂടി ഓടിക്കാൻ പറ്റുമെന്ന് വാങ്ങിയാൽ മതി. ഇത് നിനക്ക് മാത്രം ഓടിക്കാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷെ കാണാൻ ഭംഗിയുണ്ട്, നൈസായിട്ടുണ്ട്. എനിക്കും നിനക്ക് ഓടിക്കാൻ പറ്റിയ വണ്ടി എടുത്താലാ. പക്ഷെ അമ്മച്ചി എന്തോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ, ജൈവിക മോട്ടോഴ്സിന്റെ പ്രത്യേകത എനിക്കറിയാം. എന്താ പ്രത്യേകത നമ്മുടെ ഓളോസിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ജൈവിക മോട്ടോഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷത്തോളമായി. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് 30 നമുക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഓൾ കേരള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ജൈവിക മോട്ടോഴ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ലില്ലി. ലേഡീസിന് വേണ്ടിയിട്ട് ഉള്ളൊരു മോഡലും ജെൻസി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു മോഡലും കൂടിയാണ്. എന്താണ് താരക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത്. വേണം ഞങ്ങൾക്ക്. കൂടുതലും ലേഡീസ് കസ്റ്റമറാണ് ഇത് ചൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏറ്റവും കൂടുതൽ ലേഡീസ് വന്നിട്ട് സെലക്ട് ചെയ്യുന്ന മോഡൽ ലില്ലിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, ഡെൽറ്റ ലൈറ്റ് എന്ന് പറയുന്ന മോഡലുണ്ട്. അതല്ല, നമുക്ക് മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടറിനെക്കാട്ടും ഇവിടെ എന്താണ് പ്രത്യേകത? ഗ്യാരണ്ടി ഒക്കെ പ്രത്യേകത? വാറണ്ടി ഉണ്ട്. നമുക്ക് 3 വർഷം ബാറ്ററി വാറണ്ടി ഉണ്ട്, 2 വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട്. ഹബ് മോട്ടറാണ്. ഹബ് മോട്ടറിന് വാറണ്ടി 2 വർഷം കിട്ടുന്നുണ്ട് നമുക്ക്. ഈ റെഡൊക്കെ ആകുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന മോഡൽസാണ്. കളർഫുള്ളാണ്, ഭയങ്കര ലുക്കാണ് വണ്ടിക്ക്. ഭയങ്കര. അല്ല, ഞാൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും നമുക്ക്? ഒരു 80+ കിലോമീറ്റർ ലിഥിയം ബാറ്ററിയിൽ നമുക്ക് കിട്ടും. ആണല്ലേ? ഒറ്റ ചാർജിന് എത്ര ഓടുവോ? ലിഥിയം ലെഡില വരുമ്പോൾ കുറയും, ഒരു 60 കിലോമീറ്റർ വരെ ആയിരിക്കും. ലൈസൻസ് വേണം ഇതിന്? ലൈസൻസ് വേണ്ട. രജിസ്ട്രേഷൻ വേണ്ട. ലൈസൻസ് എടുത്തിട്ടില്ലല്ലേ? ആദ്യം ഇതിൽ ഓടിച്ച് പഠിക്കട്ടെ. അതെ. നമ്മൾ സെലക്ട് ചെയ്യാം നമുക്കൊരു വണ്ടി. അപ്പം ഇഷ്ടപ്പെട്ടോ? ചൂസ് ചെയ്തോ? ഏതാണ് സെലക്ട് ചെയ്തോ? ഇതാണോ? ഇത് ഇതിൻ്റെ നമ്മുടെ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, ഇത് വളരെ വലിയ മോഡലാണ്. കാരണം എല്ലാവർക്കും വളരെ സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിനെക്കാട്ടി കുറച്ചുകൂടി സൈസ് വലിപ്പം. ഒരു ഫാമിലി ആയിട്ട് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു 200 പേർക്ക് വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഞാൻ ബാറ്ററിക്കും മോട്ടറിനും റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് തരും? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഫ്രാഞ്ചൈസികളുണ്ട്.
എല്ലാ കസ്റ്റമറും ഇതുവരെയായിട്ടും നമ്മുടെ ഒരു കസ്റ്റമറും നമുക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല. അവരുടെ വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി സർവീസ് ചെയ്ത് കൊടുക്കും. എല്ലാ രീതിയിലും നമ്മുടെ ടീം വെൽ സെറ്റിൽഡാണ്. അപ്പോൾ ഈ പ്രത്യേകതയൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ JVK തിരഞ്ഞെടുക്കാൻ കാരണം വെച്ചാൽ ഇതൊക്കെ സാറ് പറഞ്ഞ സംഭവം തന്നെയാണ്. ഓക്കെ, നമുക്ക് മോഡൽസ് കാണാം. ഇതിൻ്റെ ഒരു അടുത്ത പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾക്ക് നോക്ക്, ഇത് ഓണാക്കാം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ വണ്ടി ഇതിൻ്റെ ചാവി ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്ത് നിങ്ങൾ പോക്കറ്റിൽ ഇട്ടാൽ മതി. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ യു ക്യാൻ ഡ്രൈവ്. ഓക്കെ, ദെൻ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ഒരുപാട് മോഡേൺ ടെക്നോളജി, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ടച്ച് സ്ക്രീനാണ്, ബാറ്ററി ഇതുപോലെ നിങ്ങൾക്ക് കീ വേണ്ട, കീ നിങ്ങൾക്ക് കാറിൻ്റെ പോലെ തന്നെ പോക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീമേ JVK കേരളത്തിലുടനീളം ഡീലർഷിപ്പ് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു തൊഴിലും കൂടി ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് ബ്രാഞ്ചസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും തുടങ്ങാം. ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി JVK പ്രത്യേകം തയ്യാറെടുക്കാൻ വേണ്ടിയാണ്. അതെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് JVK മാത്രം ആണ് ഈ 3 വീലർ പ്രൊഡക്ഷനിലുള്ളത്, മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രത്യേക ഇതിന് 2 ടൈപ്പ് ബാറ്ററിയിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഒന്ന് ലിഥിയം, ഒന്ന് ലെഡ്. ലിഥിയം ബാറ്ററി ആണെങ്കിൽ ഒരു 80, 85, 90 വരെ കിലോമീറ്റർ മൈലേജ് കിട്ടും. ലെഡ് ആണെങ്കിൽ ഒരു 60, 65 വരെ മൈലേജ് ഉണ്ടാവും. ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ലൈസൻസ് വേണ്ടട്ടാ. ഞങ്ങളൊന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയേട്ടാ, നല്ല സ്മൂത്താണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഒരുപാട് പവറൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആവശ്യത്തിനുള്ള പവറും ഉണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് അപ്പോൾ അമ്മച്ചി താരക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ താരക്ക് കൊടുത്തേക്കും അമ്മച്ചി. വളരെ സന്തോഷമായി സ്വീകരിക്ക്. ഗിഫ്റ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഹെൽമെറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കാണണ്ടേ നിങ്ങൾക്ക്? ഞങ്ങൾ സെലക്ട് ചെയ്ത വണ്ടിയാണ് കേട്ടോ. അമ്മച്ചി വണ്ടി ഒന്ന് നോക്കിയാലോ? അമ്മച്ചി ഒരുപാട് നാളായിട്ട് കൂട്ടി വെച്ച പൈസ എന്താണ് ഇത് മേടിക്കണേ കേട്ടാ. അടിപൊളി, കൈ കൊടുത്താ അമ്മച്ചി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അമ്മച്ചിക്ക് ചെറിയ ചെറിയ പൈസയൊക്കെ കിട്ടാൻ നേരത്തെ അത് കൂട്ടി വെച്ചിട്ട് താരക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തതിൽ. ടീമിൽ ഞങ്ങൾ ഇതാണ് ഈ വണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 48,000 രൂപ തുടങ്ങി JVK വണ്ടി ഇറക്കുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് EMI സൗകര്യമുണ്ട്. പിന്നെ ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തൊക്കെ വണ്ടികളുണ്ട്. കൂടാതെ തന്നെ മോട്ടറിനും ബാറ്ററിക്കും 3 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോകണേ കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിലേക്ക് ഇനി താര ഡ്രൈവിങ് പഠിച്ചിട്ടില്ല, ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അമ്മച്ചി തന്ന ഗിഫ്റ്റാണ് ഇത്. നിധി പോലെ സൂക്ഷിക്കും. പോയാലോ? എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാല്ലേ. ഈ വെക്കേഷനിൽ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കണം കേട്ടോ. റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി.